എല്ലാവർക്കും പാതിര ക്ലാസ്സിലേക്ക് സ്വാഗതം. നവംബർ മാസം 2023 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ നോക്കുന്നത്. LDC ഒക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ യാത്രയിലായിരിക്കുന്ന സമയത്ത്, ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ കേട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് പാതിര ക്ലാസ്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള നിരവധി കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ ചാനലുകളിലും, അതായത് സോഷ്യൽ മീഡിയയിൽ FB, ഇൻസ്റ്റ, യൂട്യൂബ്, അത് കൂടാതെ വാട്സപ്പ് ചാനലുണ്ട്, ടെലഗ്രാം ചാനലുണ്ട്. ഇതിലെല്ലാം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നവംബർ മാസത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപ ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമായ പ്രൊഫസർ SK വസന്തന് സമ്മാനിക്കും. കേരള സർക്കാരിന്റെ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള ജ്യോതി പുരസ്കാരം T പത്മനാഭൻ, കേരള പ്രഭ പുരസ്കാരം ജസ്റ്റിസ് M ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കും, കേരള ശ്രീ പുരസ്കാരം പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നായർ എന്നിവർക്കും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ നന്ദിനി ദാസ് രചിച്ച കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിനൽ ഓഫ് എംപയർ എന്ന പുസ്തകം ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടി. 25,000 പൗണ്ടാണ്, അതായത് 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കർണാടക സർക്കാരിന്റെ കന്നഡ രാജ്യോത്സവ പുരസ്കാരം 5 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലും ISRO ചെയർമാൻ S സോമനാഥ് ഉൾപ്പെടെ 68 പേർക്ക് സമ്മാനിച്ചു. നവംബർ മാസം 2-ാം തീയതി സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ CTBT അതിൽ നിന്ന് റഷ്യ പിന്മാറി. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭ അവാർഡ് 1 ലക്ഷം രൂപ MT വാസുദേവൻ നായർക്ക് സമ്മാനിച്ചു. നവംബർ മാസം 4-ാം തീയതി ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പാരീസ് പ്രസിഡന്റായി മലയാളിയായ ഡോക്ടർ ബോബ് ജോസഫ് മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടു. തപസ്യ കലാ സാഹിത്യ വേദിയുടെ സഞ്ജയൻ പുരസ്കാരം 50,000 രൂപ PR നാഥിന് സമ്മാനിച്ചു. നവംബർ മാസം 5-ാം തീയതി പരിസ്ഥിതി പഠനത്തിനുള്ള ഹാസ്മുഖ് ഷാ മെമ്മോറിയൽ ദേശീയ പുരസ്കാരത്തിന് 2 ലക്ഷം രൂപ CMFRIയിലെ ആൽവിൻ ആൻഡോ അർഹനായി. നവംബർ മാസം 6-ാം തീയതി മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ഹീരാലാൽ സമരിയ സത്യപ്രതിജ്ഞ ചെയ്തു. തെലങ്കാന കേഡർ IAS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ്. നവംബർ മാസം 8-ാം തീയതി ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം 51,000 രൂപയും 10 ഗ്രാം സ്വർണ്ണ പതക്കവും കർണാടക സംഗീതജ്ഞൻ മധുരൈ TN ശേഷഗോപാലന് സമർപ്പിച്ചു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് മലയാളിയായ ഷാജി പ്രഭാകരനെ പുറത്താക്കി. UK-യിലെ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ പ്രസിഡന്റായി ഇന്ത്യൻ വംശജ പ്രൊഫസർ അനുഷ ഷാ നിയമിതയായി. നവംബർ മാസം 9-ാം തീയതി സുപ്രീം കോടതി ജഡ്ജിമാരായി ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവർ ചുമതലയേറ്റു. ഗുവാഹത്തി ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി N ഉണ്ണികൃഷ്ണൻ നായരെ നിയമിച്ചു. കൊൽക്കത്ത സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ പദവി സുരേഷ് ഗോപി ഏറ്റെടുത്തു. നവംബർ മാസം 10-ാം തീയതി ഗോവ ദേശീയ ഗെയിംസിൽ 80 സ്വർണം ഉൾപ്പെടെ 228 മെഡലുകൾ നേടിയ മഹാരാഷ്ട്രയ്ക്ക് 1-ാം സ്ഥാനം, കേരളത്തിന് 5-ാം സ്ഥാനം. നവംബർ മാസം 12-ാം തീയതി ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് പിന്നണി ഗായകൻ സുരേഷ് വാഡ്കർ അർഹനായി. നവംബർ മാസം 14-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി PS പ്രശാന്ത് ചുമതലയേറ്റു. K ബാലഭാസ്കർ, ഡോക്ടർ പ്രിൻസി കുര്യാക്കോസ് എന്നിവരെ PSC അംഗങ്ങളായിട്ട് നിയമിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. നവംബർ മാസം 15-ാം തീയതി ഏകദിന ക്രിക്കറ്റിൽ 50-ാം സെഞ്ചുറി നേടുന്ന ആദ്യ താരമായി വിരാട് കോഹ്ലി സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ്, അതായത് 49 സെഞ്ചുറി മറികടന്നു. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ഇൻഫോസിസ് പ്രൈസിന് 6 ശാസ്ത്രജ്ഞർ അർഹരായി. IIT കാൺപൂരിലെ സച്ചിദാനന്ദ് ത്രിപാഠി, അരുൺ കുമാർ ശുക്ല,
ബംഗളൂരു സയൻസ് ഗാലറി സ്ഥാപക ഡയറക്ടർ ജാഹ്നവി ഫാൽക്കെ, US പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ ഭാർഗവ് ഭട്ട്, ബാംഗ്ലൂരു നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസ് മുകുന്ദ് തട്ടൈ, കൊളംബിയ സർവകലാശാലയിലെ കരുണ മന്ദന എന്നിവർക്കാണ് പുരസ്കാരം. സ്വർണ്ണ മെഡലും $1,00,000 ഏകദേശം 83 ലക്ഷം രൂപ വീതമാണ് പുരസ്കാരം. നവംബർ മാസം 17 മാലദ്വീപ് പ്രസിഡന്റായി മുഹമ്മദ് മുയീസുവും ലക്സംബർഗ് പ്രധാനമന്ത്രിയായി ലൂക്ക് ഫ്രീഡനും സ്ഥാനമേറ്റു. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്തു. നവംബർ 18 2022 JCB സാഹിത്യ പുരസ്കാരം പെരുമാൾ മുരുകന്റെ നോവൽ ഫയർ ബേഡ നേടി. ഗ്രന്ഥകാരന് 25 ലക്ഷം രൂപയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ജനനി കണ്ണന് 10 ലക്ഷം രൂപയും ലഭിക്കും. നവംബർ മാസം 19 ഓസ്ട്രേലിയയ്ക്ക് 6ാം ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം. ഇന്ത്യക്കെതിരെ 6 വിക്കറ്റ് ജയം. വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് 765 റൺസ്. നിക്കരാഗ്വയുടെ ഷെനിസ് പ്ലാസിയോസ് മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടു. നവംബർ മാസം 20 കൂടുതൽ ATP ഫൈനൽസ് കിരീടങ്ങൾക്കുടമ എന്ന റെക്കോർഡ് നൊവാക് ജോക്കോവിച്ചിന് സ്വന്തം. റോജർ ഫെഡററുടെ റെക്കോർഡ് മറികടന്നു. കൂടുതൽ ATP മാസ്റ്റേഴ്സ് കിരീടങ്ങളുടെ, അതായത് 40 റെക്കോർഡും ജോക്കോവിച്ചിന്റെ പേരിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ കേരള ഘടകം അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. നവംബർ മാസം 21 ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് IBSF ലോക ബില്യർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം. കരിയറിൽ പങ്കജിന്റെ 26ാം ലോക കിരീടമാണിത്. ചലച്ചിത്ര നിർമ്മാതാവ് ഏക്ത കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം. ഡൽഹി ആസാദ് ഫൗണ്ടേഷൻ കമലാഭാസിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരത്തിന് 1 ലക്ഷം രൂപ അർച്ചന വിമൻസ് സെന്ററിലെ PK ജയശ്രീയെ തെരഞ്ഞെടുത്തു. നവംബർ മാസം 22 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അക്ഷര പുരസ്കാരം 1,25,000 രൂപ M മുകുന്ദന്റെ മുകുന്ദേട്ടിന്റെ കുട്ടികൾ എന്ന കൃതിക്ക്. നവംബർ മാസം 23 അഭിഭാഷകൻ സോമശേഖർ സുന്ദരേശനെ മുംബൈ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായിട്ട് നിയമിച്ചു. നവംബർ മാസം 24 മലയാളി താരം മിന്നു മണി ഇന്ത്യ A വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളിയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനം. നവംബർ മാസം 25 പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും റെഡ് ക്രോസും ചേർന്ന് ഏർപ്പെടുത്തിയ ദേശീയ മാധ്യമ പുരസ്കാരങ്ങളിൽ ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ 1ാം സമ്മാനം 1 ലക്ഷം രൂപ SL ശാന്തകുമാറിനും ടൈംസ് ഓഫ് ഇന്ത്യ. 2ാം സ്ഥാനം, അതായത് 70,000 രൂപ ജിൻസ് മൈക്കിളിനും മലയാള മനോരമ ലഭിച്ചു. തപസ്യ കലാസാഹിത്യ വേദിയിലെ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം 1 ലക്ഷം രൂപ സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരന്. ഇക്വഡോറിൽ ശതകോടീശ്വരൻ ഡാനിയൽ നവോബ പ്രസിഡന്റായി ചുമതലയേറ്റു. നവംബർ 26 ഐറിഷ് എഴുത്തുകാരൻ പോൾ ലിഞ്ചിന്റെ പ്രൊഫറ്റ് സോങ് ബുക്കർ പ്രൈസ് നേടി. 50,000 പൗണ്ടാണ്, ഏകദേശം 53 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. നവംബർ മാസം 27 അക്ഷയ പുസ്തക നിധിയുടെ പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 1 ലക്ഷം രൂപ MN കാരശ്ശേരിക്ക്. നവംബർ മാസം 28 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹോളിവുഡ് നടൻ മൈക്കിൾ ഡഗ്ലസിന് സമ്മാനിച്ചു. മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം 40 ലക്ഷം രൂപയും പേർഷ്യൻ ചിത്രം എൻലെസ് ബോർഡേഴ്സിന്. പൗറിയ റഹീം സാമാണ് മികച്ച നടൻ. മെലാനി തിയറി നടി. സ്റ്റീഫൻ കൊമാൻഡറവ് സംവിധായകൻ. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു. രജത ചകോരവും 15 ലക്ഷം രൂപയുമാണ് പുരസ്കാരം. ഉത്തരകാശി, അത് ഉത്തരാഖണ്ഡില് ബ്രഹ്മഖൽ യമുനോത്രി ദേശീയപാതയിൽ നിർമ്മാണത്തിലിരുന്ന സിൽക്വാര ദന്തൽഗോഹ് തുരങ്കത്തിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ സുരംഗ് വിജയിച്ചു. മിമിക്രിയെ കലാരൂപമായി സംഗീത നാടക അക്കാദമി അംഗീകരിച്ചു. നവംബർ മാസം 29 മുംബൈ പ്രസ് ക്ലബിന്റെ റെഡ് ഇങ്ക് ആജീവനാന്ത പുരസ്കാരം നീർജ ചൗധരിക്ക്. ജേർണലിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ദി ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രനും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ ശരത് വ്യാസം പങ്കിട്ടു.
ആഗോളതലത്തിൽ വെച്ച് ഏറ്റവും മികച്ച കായിക ഇവന്റിനുള്ള സ്വർണ്ണ മെഡൽ ഫിഫ ലോകകപ്പ് ഖത്തർ 2022 ഉദ്ഘാടന ചടങ്ങിന്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ റേഷൻ പദ്ധതി 2024 ജനുവരി 1 മുതൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നവംബർ 30 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് അതായത് COP 28 ദുബായിൽ തുടക്കം. ഡിസംബർ 12 വരെ ഉച്ചകോടി തുടരും. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണേർ ISRO ശാസ്ത്രജ്ഞ VR ലളിതാംബികയ്ക്ക് സമ്മാനിച്ചു. ഡോക്ടർ ജോസ് ജി ഡിക്രൂസ്, H ജോഷ് എന്നിവരെ PSC അംഗങ്ങളായി നിയമിച്ചു. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തത്. കേട്ട് പഠിക്കാൻ മാത്രമല്ല, കണ്ടു പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മൊബൈലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് അടുത്ത് വെച്ചിട്ട് കേട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ ഒന്ന് ഇത് കേട്ടിട്ട് കിടന്നുറങ്ങുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ കേട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും, എല്ലാ അപ്ഡേഷൻസും, എല്ലാ അറിവുകളും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കോപ്പറേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാത്തവരെല്ലാം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ.